നമുക്ക് പുതിയ പാപ്പായെ ലഭിച്ചിരിക്കുകയാണല്ലോ. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പുതിയ പാപ്പായുടെ പേരൊക്കെ പറഞ്ഞ് നമ്മൾ അർപ്പിക്കുന്ന കുർബാനയാണ്. പാപ്പായുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ഈ പുതിയ ഉത്തരവാദിത്തം വളരെ ഭാരമേറിയ ഉത്തരവാദിത്തമാണ്. അതിന് ദൈവത്തിൻ്റെ പ്രത്യക്ഷ സഹായം പരിശുദ്ധ പാപ്പായ്ക്കുണ്ടാകാനും നല്ല മനോധൈര്യമുണ്ടാകാനും നല്ല ആരോഗ്യമുണ്ടാകാനും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായി നമുക്ക് പാപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുർബാനയിലുടനീളം നമുക്ക് പ്രാർത്ഥിക്കാം. ലയോ 14 പാപ്പ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈശോ നമ്മളോട് പറയുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 56-ാമത്തെ വാക്യം, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഇത് ദൈവം നമുക്ക് നൽകുന്ന സുന്ദരമായൊരു ഓഫറാണ്. കൂടെ ഉള്ളിൽ വസിക്കാൻ, ഈശോയിൽ വസിക്കാൻ. നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ഇങ്ങനെ പ്രാരംഭ കർമ്മങ്ങളിലായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ല മനസ്സറിഞ്ഞ് കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾക്ക് ഒരശ്രദ്ധയുമില്ലാതെ, പല വിചാരമില്ലാതെ, മറ്റു ഡിസ്ട്രാക്ഷൻസ് ഒന്നുമില്ലാതെ, സംസാരമില്ലാതെ, വീഡിയോ പിടിക്കല ഒന്നുമില്ലാതെ, നല്ല ശ്രദ്ധയോടുകൂടെ ചെറിയവരും വലിയവരും ഒന്ന് ചേർന്ന് കർത്താവിനെ ആരാധിക്കുന്ന ഈ ദേവാരാധനയിൽ നമുക്ക് ഭക്തിയോടെ പങ്കുചേരാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ
ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഉയർപ്പ് ഞായറിൻ്റെ കൃപ അറിഞ്ഞ ഞങ്ങൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹത്തിലൂടെ നവജീവനിലേക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടു കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് സാവൂൾ കർത്താവിൻ്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തു മാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥനാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. അവൻ യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തിൽ നിന്ന് ഒരു മിന്നലൊളി അവൻ്റെ മേൽ പതിച്ചു. അവൻ നിലം പതിച്ചു. ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു: സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അവൻ ചോദിച്ചു: കർത്താവേ, അങ്ങ് ആരാണ്? അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി: നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക. നീ എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നെ അറിയിക്കും. അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണായ്കയാൽ സ്തബ്ധരായി നിന്നുപോയി. സാവൂൾ നിലത്തുനിന്ന് എഴുന്നേറ്റു. കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല. തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. 3 ദിവസത്തേക്ക് അവന് കാഴ്ചയില്ലായിരുന്നു. അവൻ ഒന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. അനനിയാസ് എന്നു പേരായ ഒരു ശിഷ്യൻ ദമാസ്കസിലുണ്ടായിരുന്നു. ദർശനത്തിൽ കർത്താവ് അവനെ വിളിച്ചു. അനനിയാസ്. അവൻ വിളി കേട്ടു. കർത്താവേ, ഇതാ ഞാൻ. കർത്താവ് അവനോട് പറഞ്ഞു: നീ എഴുന്നേറ്റ് രജുവീഥി എന്ന് വിളിക്കപ്പെടുന്ന തെരുവിൽ ചെന്ന് യൂദാസിൻ്റെ ഭവനത്തിൽ താർസോസുകാരനായ സാവൂളിനെ അന്വേഷിക്കുക. അവൻ ഇതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അനനിയാസ് എന്നൊരുവൻ വന്ന് തനിക്ക് വീണ്ടും കാഴ്ച ലഭിക്കാൻ തൻ്റെ മേൽ കൈകൾ വയ്ക്കുന്നതായി അവന് ഒരു ദർശനമുണ്ടായിരുന്നു. അനനിയാസ് പറഞ്ഞു: കർത്താവേ, അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറുസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥരാക്കുന്നതിനുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അവൻ സമ്പാദിച്ചിരിക്കുന്നു. കർത്താവ് അവനോട് പറഞ്ഞു: നീ പോവുക. വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പിൽ എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. എൻ്റെ നാമത്തെ പ്രതി അവൻ എത്രമാത്രം സഹിക്കേണ്ടി വരുമെന്ന് അവന് ഞാൻ കാണിച്ചു കൊടുക്കും. അനനിയാസ് ചെന്ന് ആ ഭവനത്തിൽ പ്രവേശിച്ച് അവൻ്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് പറഞ്ഞു: സഹോദരനായ സാവൂൾ, മാർഗമധ്യേ നിനക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവായ യേശു നിനക്ക് വീണ്ടും കാഴ്ച ലഭിച്ചിരിക്കുന്നതിനും നിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നതിനും വേണ്ടി
എന്നെ അയച്ചിരിക്കുന്നു. ഉടൻ തന്നെ ചെതുമ്പല് പോലെ എന്തോ ഒന്ന് അവൻ്റെ കണ്ണുകളിൽ നിന്ന് അടർന്നു വീഴുകയും അവന് കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അനന്തരം അവൻ ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിക്കുകയും ദമാസ്കസിലെ ശിഷ്യന്മാരോടുകൂടെ കുറേ ദിവസം താമസിക്കുകയും ചെയ്തു. അധികാരം താമസിക്കാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ. ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്. കർത്താവിന്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യഹൂദർക്കിടയിൽ തർക്കമുണ്ടായി. തൻ്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവൻ എങ്ങനെ കഴിയും എന്നവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ ശരീരം ഭക്ഷിക്കുകയും അവൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയവും. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും. കവർനാമിലെ സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇത് പറഞ്ഞത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മളോട് കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്നു. ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നമ്മുടെ കൂടെ വസിക്കണം എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് വചനം നമ്മൾ കേൾക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം നമ്മൾ
അല്ലെ 52 മുതൽ 59 വരെയുള്ള വചനഭാഗങ്ങളാണ് നമ്മളിന്ന് വായിച്ചു കേൾക്കുക. ആവർത്തിച്ച് ഈശോ പറയുകയാണ്, ഈ അപ്പം ഭക്ഷിക്കുവാൻ നിങ്ങൾ നിത്യം ജീവിക്കും. ഞാൻ നൽകുന്ന അപ്പം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ്. എൻ്റെ രക്തം ഭക്ഷിക്കുകയും എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. മരുഭൂമിയിൽ അവർ മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചുപോയി. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഈശോ ഇങ്ങനെ ആവർത്തിച്ച് പറയുകയാണ്. നമ്മുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അങ്ങനെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാകിയാലെന്ന് ദൈവത്തിനറിയാം. കൂടെ നടക്കണം എന്ന് ദൈവത്തിനറിയാം. അങ്ങനെ ഒറ്റയ്ക്ക് അവരെ പറുദീസയിൽ ഒറ്റയ്ക്ക് വിട്ടുകൊടുത്തു, ഇല്ലേ? ഒറ്റയ്ക്ക് അവരെ ഒറ്റയ്ക്കാക്കി ഈശോ, ദൈവം അങ്ങനെ അവരെ ഒറ്റയ്ക്കാക്കി. പക്ഷേ അവർ പ്രലോഭനത്തിൽ വീണുപോയി, സാത്താൻ്റെ മുമ്പിൽ അവർ വീണുപോയി. പക്ഷെ അവരെ വിട്ടുകളഞ്ഞില്ല. ദൈവം രക്ഷാവാഗ്ദാനം നൽകി. അങ്ങനെ പുതിയ നിയമത്തിൽ ഈശോ നമുക്ക് വേണ്ടി പരിശുദ്ധ കുർബാനയായി നമ്മുടെ കൂടെ ജീവിക്കുകയാണ്, നമ്മുടെ കൂടെ നടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലും മക്കളെ നമ്മൾ നല്ല വിശ്വസ്തയോടുകൂടി അല്ലെങ്കിൽ വിശ്വാസത്തോടെ അവരെ കരുതി അവരെ പഠിക്കാനും ഓരോ കാര്യത്തിന് വേണ്ടി അയക്കും. അപ്പോൾ ഏതെങ്കിലും മക്കൾ വല്ലാണ്ടങ്ങ് ഉഴപ്പാൻ തുടങ്ങിയാൽ, ചിലപ്പോൾ എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗമോ അല്ലെങ്കിൽ തെറ്റായ ബന്ധങ്ങളിലൊക്കെ പെട്ടുകഴിഞ്ഞാൽ അവർ മാതാപിതാക്കളത് മണത്തറിഞ്ഞു കഴിഞ്ഞാൽ നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരും എന്ന് പറയും, ഇല്ലേ? ഞാനും കൂടെ വരുന്നുണ്ട് നിൻ്റെ കൂടെ, നിൻ്റെ പോക്ക് അത്ര ശരിയല്ല, ഞാനൊന്ന് കണ്ടുപിടിക്കട്ടെ നിൻ്റെ ഉഴപ്പെന്താണെന്ന്. അങ്ങനെ കൂടെ നടക്കാൻ മാതാപിതാക്കൾ ചിലപ്പോൾ ശ്രമിക്കും. അപ്പോൾ ബിരുദന്മാരെന്ത് ചെയ്യും? ബിരുദന്മാർ നന്നായിട്ട് ഉഴപ്പാൻ പറ്റില്ലല്ലോ, മാതാപിതാക്കൾ കൂടെ വന്ന് ഉഴപ്പാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ പറയും, അമ്മ വരണ്ട, അമ്മ വരികയാണെങ്കിൽ ഞാൻ പോവുകയല്ല സ്കൂളിൽ, ഞാൻ തനിയെ പോവുള്ളൂ എന്ന് പറയും. അപ്പോൾ എന്നാൽ നല്ല രീതിയിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന മക്കളും അവർക്കാരും കൂടെ പോകുകയും വേണ്ട, കൂടെ പോകാൻ തയ്യാറായാൽ വരണ്ട എന്ന് പറയവില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ദൈവം നമ്മുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കുട്ടികൾ ഉഴപ്പന്മാർ എൻ്റെ കൂടെ വരണ്ട എന്ന് പറയുന്നത് പോലെ, എനിക്കിപ്പോൾ പരിശുദ്ധ കുർബാനയൊന്നും വേണ്ട, എൻ്റെ കൂടെ അങ്ങനെ പരിശുദ്ധ കുർബാനയായി നടക്കണ്ട, ഞാൻ ഒറ്റക്ക് പോയിക്കോളാം എന്ന് പറയുന്നത് പോലെയാണ് കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും നടക്കുന്നവർ. ഞാൻ ഒറ്റക്ക് പോയിക്കോളാം എന്ന് പറയുന്നത് പോലെയാണ്. പക്ഷെ ദൈവത്തിനറിയാം, ഞാൻ കൂടെ നടന്നാലേ നീ രക്ഷപ്പെടൂ എന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ നൽകുന്ന അപ്പം യഥാർത്ഥ ഭക്ഷണമാണ്. നിങ്ങൾ എന്നെ ഭക്ഷിച്ചാൽ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നു. അതാണ് ദൈവം പറയുന്നത്. നിങ്ങൾ എന്നെ ഭക്ഷിച്ചാൽ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് പോകല്ലേ മക്കളെ, ഒറ്റയ്ക്ക് പോകല്ലേ, എന്നെയും കൂടി കൂട്ടുപിടിക്കുക എന്ന് പറയും. ഒറ്റയ്ക്ക് പോകല്ലേ, കുമ്പസാരിക്കാതെയും കുർബാന സ്വീകരിക്കാതെയും നടക്കല്ലേ, നിങ്ങൾ വീണു പോവും, സാത്താൻ പിടിച്ചോണ്ട് പോവും, ഇല്ലേ? പറുദീസയിൽ ഒറ്റയ്ക്ക് വിട്ടിട്ട് എന്തായി കഥ? അപ്പോൾ ഒറ്റയ്ക്ക് വിടാൻ ദൈവം തയ്യാറല്ല, ദൈവം കൂടെ നടക്കാൻ തയ്യാറാണ്. അപ്പോൾ ഇനിയും നമ്മൾ ഇന്നത്തെ 1-ാം വായന ശ്രവിക്കുകയാണെങ്കിൽ, നമ്മൾ എത്ര കുതറി ഓടിയാലും ദൈവം നമ്മളെ രക്ഷിക്കും, ഇല്ലേ? സാവൂളിൻ്റെ അത്രം കുറ്റമൊന്നും നമ്മൾ ചെയ്തിട്ടില്ല, ഇല്ലേ? നമ്മളിന്ന് സാവൂളിൻ്റെ കുറ്റങ്ങൾ, സാവൂളിൻ്റെ കുഴപ്പങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സ്റ്റെഫാനോസ് ധീരമായി പ്രസംഗിച്ചതിനെ തുടർന്ന് സ്റ്റെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നു. സ്റ്റെഫാനോസിൻ്റെ അമ്മ ആ കൂടെ ഉണ്ടെങ്കിൽ അമ്മ സഹിക്കുമോ? നമ്മൾ പറയില്ലേ, പെറ്റമ്മ സഹിക്കുമോ? അപ്പോഴാണ് സാവൂള് ആ വധത്തെ അനുകൂലിച്ചു. നടപടി പുസ്തകം ഇല്ല, ഒരാൾ കൊല്ലപ്പെട്ടപ്പോഴും, നിരപരാധിയായ ഒരാൾ കൊല്ലപ്പെട്ടപ്പോഴും സാവൂള് കൈകൊട്ടിച്ചിരിച്ചു, അനുകൂലിച്ചു, കൊള്ളാം, നന്നായി എന്ന് പറഞ്ഞു. അതാണ് സാവൂളിൻ്റെ കുറ്റം. ഇനി സാവൂള് സഭയെ നശിപ്പിക്കാൻ വേണ്ടി വീടുകൾ കയറിയിറങ്ങി സ്ത്രീ പുരുഷന്മാരെ വലിച്ചിഴച്ച് തടവിലാക്കി. സാവൂളിൻ്റെ കുഴപ്പങ്ങളാണ്. ഇനി ചെയ്തത്, കർത്താവിൻ്റെ ശിഷ്യർക്ക് നേരെ വധഭീഷണി, നിങ്ങളെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു, വധഭീഷണി മുഴക്കി. പിന്നെ പറയുന്നത്, നടപടി പുസ്തകം 22:19 പ്രഹരിച്ചിട്ടുണ്ട്. അങ്ങനെ മാത്രമല്ല, നല്ല തൊഴി കൊടുത്തിട്ടുണ്ട് സാവൂൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി അവനവൻ്റെ അവകാശമല്ലേ ഏത് വിശ്വാസം വേണമെന്ന്. അപ്പോൾ ഈ സാവൂള വിശ്വാസത്യാഗത്തിന് പ്രേരിപ്പിച്ചു.
ഉപേക്ഷിക്ക്, ക്രിസ്തു വിശ്വാസം ഉപേക്ഷിക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ പ്രേരിപ്പിച്ചു. അപ്പോൾ ഇത് ഇന്നത്തെ വായനയിൽ അനനിയാസ് പറയുന്നുണ്ട്, കർത്താവെ ഇവനെ തിരഞ്ഞെടുക്കുമ്പോൾ സൂക്ഷിക്കണം, ഇവൻ ആള് ശരിയല്ല എന്ന് അനനിയാസ് പറയുന്നുണ്ട്. അത് 9-ാം അധ്യായം ഇന്നത്തെ വായനയിലെ 13-ഉം 14-ഉം വാക്യമാണ്. അനനിയാസ് പറഞ്ഞു, കർത്താവെ, അവിടുത്തെ വിശുദ്ധർക്കെതിരായി അവൻ ജെറൂസലേമിൽ എത്രമാത്രം തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും വളരെ പേരിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെയും അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന സകലരെയും ബന്ധനസ്ഥനാക്കുന്നതിനുള്ള അധികാരം പുരോഹിത പ്രമുഖന്മാരിൽ നിന്ന് അവൻ സമ്പാദിച്ചിരിക്കുന്നു. അപ്പോൾ ഇത്രയും ഒരാൾ റെക്കമെൻഡ് ചെയ്യാൻ പോലും ഇല്ലാത്ത ആൾ, നമ്മൾ ഇല്ല കടബാധ്യത വന്നിട്ട് മരിക്കണം എന്ന് വിചാരിച്ച് ഇവിടെ വന്ന് ഒരു കുടുംബമുണ്ട്, കടബാധ്യത അങ്ങ് കയറിയിട്ട് അതിൻ്റെ കൂടെ മദ്യപാനവും, അപ്പോൾ അങ്ങനെ മരിക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആരും റെക്കമെൻഡ് ചെയ്യാൻ പോലും ഇല്ലാത്ത അവസ്ഥയിൽ പോലും ദൈവം രക്ഷിക്കും എന്നത് ഇന്നത്തെ വായന നമുക്ക് പഠിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് സാവൂളിനെ രക്ഷിച്ചത്? സാവൂൾ ഈശോയെ കണ്ടില്ല, നേരിട്ട് കണ്ടില്ല. 3 ഭാഗങ്ങളിലാണ് സാവൂളിൻ്റെ മാനസാന്തര കഥ വിവരിക്കുന്നത്. നടപടി പുസ്തകം 9-ാം അധ്യായത്തിലും 22-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലും അവിടങ്ങളിലെല്ലാം പറയുന്നത്, ഒരു സ്ഥലത്ത് ഒരു മിന്നലൊളി വന്ന് പതിച്ചു. മിന്നലൊളി അത് ഉദ്ധിതന്റെ പ്രകാശമാണ്. ദേ ഇരിക്കുന്നു ക്രിസ്തുവിൻ്റെ പ്രകാശം. ഇത് പ്രതീകമാണ്. ഈ പെസഹാത്തിരി ഉദ്ധിതന്റെ പ്രകാശമാണ്, ഉദ്ധിതന്റെ പ്രകാശം. അപ്പോൾ ഉദ്ധിതന്റെ പ്രകാശം വന്നു. ഉയർത്തെഴുന്നേറ്റ ഈശോയാണ് സാവൂളിനെ കുതിരപ്പുറത്തുനിന്ന് വീഴ്ത്തിയത്. പിന്നെ പറയുന്നുണ്ട് 22-ാം അധ്യായത്തിൽ ഒരു വലിയ പ്രകാശം. 26-ാം അധ്യായത്തിൽ സൂര്യപ്രഭയെ വെല്ലുന്ന പ്രകാശം നട്ടുച്ചയ്ക്ക് വന്നു എന്നാണ് പറയുക. അപ്പോൾ ഇതൊക്കെയാണ് ഇത് വന്നു കഴിഞ്ഞപ്പോഴും സാവൂള് ഉടനടി മാറി. അതായത് സാവൂള് ചെയ്ത കുറ്റം വലുതാണ്. അപ്പോൾ സാവൂൾ ഉടനടി മാറി. നമ്മൾ ഇത്രയും വലിയ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച് പോകുന്ന നമ്മളിലൊരു മാറ്റമില്ലെങ്കിൽ ഉദ്ധിതന്റെ ഉദ്ധിതനെ സങ്കടപ്പെടുത്തിയിട്ട് ഈ പെസഹ കാലത്തിലൂടെ എങ്ങോട്ട് പോകാനാണ്? ഉദ്ധിതൻ കൂടെ നടക്കുകയാണ്. ഇല്ല, അസൻഷൻ ഈ മാസം അവസാനമാണ്. അസൻഷൻ, കർത്താവിൻ്റെ സ്വർഗാരോഹണം. കർത്താവ് ഇപ്പൊ കൂടെ ഉണ്ട്. കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ്, കുർബാനയായി കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ്. പെസഹാകാലം ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന കാലമാണ്. ഉദ്ധിതനെ കണ്ടില്ലെന്ന് നടിക്കരുത്. ഉദ്ധിതൻ കൂടെ നടപ്പുണ്ട്. അപ്പോൾ സാവൂളിനെ കൂടെ നടന്ന് ഉദ്ധിതൻ മാനസാന്തരപ്പെടുത്തിയെങ്കിൽ പ്രിയ ദൈവ പൈതലേ, നിനക്ക് ചാൻസ് ഉണ്ട്, നിനക്ക് രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. നിന്നെയും രക്ഷിക്കും. സാവൂളിന്റെ അത്ര കുറ്റം നീ ചെയ്തിട്ടില്ലല്ലോ, നീ സാവൂളിന്റെ അത്ര കുറ്റം ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തെ എടുത്തുയർത്താൻ കർത്താവിന് സാധിക്കും. അപ്പോൾ അതിന് സാവൂള് ചെയ്തത് എന്തൊക്കെയാണ്? സാവൂള് ഒട്ടനെ തന്നെ കർത്താവേ അങ്ങ് ആരാണെന്ന് ചോദിച്ചു. ജീവന്റെ അപ്പത്തിൽ കുഞ്ഞുങ്ങളോട് പറയല്, മക്കളെ അത് ഈശോയാണ്, അത് തമ്പായിയാണ് എന്ന് പറഞ്ഞുകൊടുത്ത് പഠിപ്പിച്ചതല്ലേ? നീ അത് 9-ാം വയസ്സ് മുതലുള്ള പ്രായങ്ങളിൽ നീ കുർബാന സ്വീകരിച്ചതല്ലേ? നിനക്കറിയാവല്ലോ. എന്നാലും നീ ഇനിയും ചോദിക്കുക, കർത്താവേ, പരിശുദ്ധ കുർബാന ജീവിക്കുന്ന കർത്താവ് അങ്ങ് ആരാണ്? എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ നടന്ന് എന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങ് ആരാണ് എന്ന് ചോദിക്കൂ. അവൻ അങ്ങനെ ചോദിച്ചു. പിന്നെ ചോദിച്ചു, കർത്താവേ, ഞാൻ എന്ത് ചെയ്യണം? ഇതൊരു ദാസന്റെ മനോഭാവമാണ്. ഈ നമ്മുടെ പരിശുദ്ധമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞത് ഒരു ദാസനെ അങ്ങനെ ചോദിക്കും. ദൈവത്തെക്കാൾ ഒരുപടി ഉയർന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അഹങ്കാരിയായ മനുഷ്യൻ കർത്താവെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കില്ല. ഇപ്പൊ സാവൂളിന്റെ മാനസാന്തരം നോക്കിക്കേ. സാവൂള് മാനസാന്തരപ്പെട്ടിട്ട് കർത്താവിനോട് ചോദിക്കുകയാണ്, കർത്താവെ ഞാൻ ഇനി എന്ത് ചെയ്യണം കർത്താവെ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നീട് 26-ാം അധ്യായത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്കുണ്ടായ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് ഞാൻ കാണിച്ചില്ല. എനിക്കുണ്ടായ സ്വർഗീയ ദർശനത്തോട് ഞാൻ അനുസരണക്കേട് കാണിച്ചില്ല. നിനക്ക് എത്രയോ ദർശനങ്ങൾ ഉണ്ടായി. കർത്താവ് ജീവിക്കുന്ന ദൈവമാണെന്ന് നിനക്ക് എത്രയോ തവണ ദൈവം വെളിപ്പെടുത്തി തന്നു. നീ എന്നിട്ട് എന്തേ അനുസരിക്കാത്തത്? എന്തേ കൂടെ നിർത്താത്തത് കർത്താവിനെ? അപ്പോൾ അത് അനുസരണക്കേട് കാണിച്ചില്ല. പിന്നെ അനനിയാസിനെ പറഞ്ഞു വിടുമ്പോൾ ഇന്നത്തെ വായനയിലുണ്ട്, അനനിയാസിനോട് ആ ദർശനത്തിൽ പറയുകയാണ്, ദേ അവനിതാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. സാവൂൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അതാണ്
ഇനിയും സാവൂളിൻ്റെ മേൽ കൈകൾ വയ്ക്കുന്ന ദർശനം ഉണ്ടായി. അത് സാവൂളിനുണ്ടായി. സാവൂളിൻ്റെ മേൽ കൈകൾ, അനനിയാസ് വന്ന് കൈകൾ വയ്ക്കുന്ന ദർശനം ഒരു പാപിയായ മനുഷ്യൻ, ഇത്രയും പാപിയായ മനുഷ്യന് ദർശനം വരെ ഉണ്ടായി. ദർശനം, ദൈവികമായ ദർശനമുണ്ടായി. അതൊന്നോർത്ത് എത്രമാത്രമാണ് കർത്താവ് അവനെ ഇടപെട്ടത്, അവനിൽ ഇടപെട്ടത്. ഇതിന് ദിവ്യാനുഭൂതി ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്. അതായത് നമ്മൾ പറയില്ലേ ഹെവൻലി ബ്ലിസ് എന്നൊക്കെ പറയുന്ന, കുർബാന അർപ്പിക്കുമ്പോഴേ സ്വർഗീയ അനുഭവം ഉണ്ടാകുക. ഇങ്ങനെ ഒരു ദിവ്യാനുഭൂതി ഉണ്ടായി. അപ്പോൾ ഈ അനനിയാസ് പറയും, നീ എന്തിനാ ഇനി കാത്തിരിക്കുന്നത്? മാമോദീസ സ്വീകരിക്കുക, നീ എന്തിനാ ഇനി കാത്തിരിക്കുന്നത്? അങ്ങനെ ഹൃദയം നുറങ്ങി ആളുകൾ ചോദിച്ച്, പത്രോസ് പ്രസംഗിക്കുമ്പോൾ ആളുകൾ ചോദിച്ചു, ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പം അവരോടും പത്രോസ് പറഞ്ഞത്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. അപ്പോൾ അനനിയാസ് സാവൂളിനോട് പറഞ്ഞത് അത് തന്നെയാണ്. ഇനി എന്തിനാണ് നീ കാത്തിരിക്കുന്നത്? നീ മാമോദീസ സ്വീകരിക്കൂ, മാമോദീസ സ്വീകരിക്കൂ. അപ്പോൾ പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളിൽ നമ്മൾ വീട്, കുഞ്ഞ്, ജോലി, കടബാധ്യത ഇതൊക്കെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ദൈവവൈതലെ, ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായ പരിശുദ്ധാത്മാവിനെ ചോദിക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഇനിയും അപ്പോൾ ഇന്നത്തെ വായനയിലും നടപടി പുസ്തകം 9-ാം അധ്യായം 15-ാം വാക്യത്തിൽ കർത്താവ് അങ്ങനെ അനനിയാസ് ഇവനെ റെക്കമെൻഡ് ചെയ്യാതിരുന്നപ്പോൾ ഉടനെ തന്നെ കർത്താവ് അനനിയാസിനോട് പറഞ്ഞ കാര്യമാണ്, നീ പോവുക, വിജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെ മുൻപാകെ എൻ്റെ നാമം വഹിക്കാൻ തെരഞ്ഞെടുത്ത പാത്രമാണവൻ. നാമം വഹിക്കാൻ തിരഞ്ഞെടുത്ത പാത്രം. പ്രിയ ദൈവവൈതലെ, കുമ്പസാരവും ആദ്യ കുർബാന സ്വീകരണം നൽകി നിന്നെ ജീവിക്കുന്ന കർത്താവിനെ വഹിച്ചോണ്ട് നടക്കാൻ തിരഞ്ഞെടുത്തതല്ലേ നിന്നെ? കുമ്പസാരവും ആദ്യ കുർബാന സ്വീകരണവും നൽകി ജീവിക്കുന്ന കർത്താവിനെ എന്നും വഹിച്ചോണ്ട് നടക്കാൻ തിരഞ്ഞെടുത്ത പാത്രങ്ങളല്ലേ പ്രിയ ദൈവവൈതലെ നിങ്ങൾ? എന്നിട്ട് ഈശോയെ വഹിച്ചോണ്ട് നടക്കുന്നുണ്ടോ? നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കും. ഇത് ഇന്നത്തെ വചനം അവസാനിക്കുമ്പോൾ, 1-ാം വായന അവസാനിക്കുമ്പോഴും നടപടി പുസ്തകം 9-ാം അധ്യായം 20-ാം വാക്യം, ഇത്രയും കാര്യങ്ങൾ ചെയ്ത സാവൂള് കീഴ്മേൽ പറഞ്ഞ പൗലോസായി മാറിയിട്ട് യേശുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങി. യേശു ദൈവപുത്രനാണ്, യേശു ദൈവപുത്രനാണ് എന്ന് പ്രഘോഷിക്കാൻ തുടങ്ങി. ഈ ഒരു അടിമുടി മാറ്റം പ്രിയ ദൈവവൈതലെ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് നിന്റെ കൂടെ നടക്കുന്നത്. നീ മാറുന്നത് വരെ കൂടെ നടക്കും, നിന്നെ വിടില്ല കർത്താവ്. നിനക്കൊരു മാറ്റമുണ്ടാകുന്നത് വരെ, കർത്താവിനെ സ്നേഹിക്കുന്നത് വരെ നിന്റെ കൂടെ നടക്കും കർത്താവ്. അതുകൊണ്ട് കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് നിനക്കൊന്നും ചെയ്യാനില്ല. നീ എത്ര നാൾ കുതറി ഓടിയാലും അത്രയും നാൾ നിനക്ക് നഷ്ടമാണ് പ്രിയ ദൈവ പൈതലെ. നീ എത്രയും വേഗം കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന് കർത്താവിൻ്റെ കൂടെ നിന്നാൽ നീ രക്ഷപ്പെടും. നീ സ്വീകരിക്കുമേ പരിശുദ്ധ കൂദാശ, പാപങ്ങൾ മോചിക്കും സ്നേഹം. നീ സ്വീകരിക്കുമേ പരിശുദ്ധ കൂദാശ, പാപങ്ങൾ മോചിക്കും സ്നേഹം. നിന്നിലലിഞ്ഞിടാൻ, നിൻ സ്വന്തമായിടാൻ കുർബാനയായൊരു സ്നേഹം. നിന്നിലലിഞ്ഞിടാൻ, നിൻ സ്വന്തമായിടാൻ കുർബാനയായൊരു സ്നേഹം. ആ സ്നേഹമാണി വിരുന്ന്. സ്വീകരിച്ചിടാമേ ദിവ്യഭോജ്യം, ഹൃദയത്തിൽ അലിയുമേ ദിവ്യഭോജ്യം. സ്വീകരിച്ചിടാമേ ദിവ്യഭോജ്യം, ഹൃദയത്തിൽ അലിയുമേ ദിവ്യഭോജ്യം. ഈശോയുടെ കൂടെ നടന്ന പരിശുദ്ധമ്മ, ഈശോയെ ഉള്ളിൽ കൊണ്ടു നടന്ന പരിശുദ്ധമ്മ, ഈശോയുടെ കൂടെ നടക്കാനും ഈശോയെ ഉള്ളിൽ കൊണ്ട് നടക്കാനും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. കാഴ്ചയിതാ ഞാൻ വരുന്നു, എൻ ജീവിതം ഇന്നു യാഗമേകാൻ. അൾത്താര മുന്നിലായി
എൻ ജീവനേ എൻ ജീവനാഥ. ദാനമായി നീയേകും നന്മകളെല്ലാം ഞാൻ തിരുമുൻപിലേകുന്നു കാണിക്കയായി. ദാനമായി നീയേകും നന്മകളെല്ലാം ഞാൻ തിരുമുൻപിലേകുന്നു കാണിക്കയായി. നിൻ സ്നേഹബലിയോട് ചേർക്കണമേ എന്നെ നീ സ്വന്തമാക്കണമേ. നിൻ സ്നേഹബലിയോട് ചേർക്കണമേ എന്നെ നീ സ്വന്തമാക്കണമേ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു. എൻ ജീവിതം ഇന്നു യാഗമേകാൻ അൾത്താരമുന്നിലായിടുന്നു. എൻ ജീവനേ എൻ ജീവനാഥ. എൻ ജീവഭാരവും മിഴിനീർക്കണങ്ങളും ഉയരുന്ന കാസയിൽ ഏകിടാം ഞാൻ. എൻ ജീവഭാരവും മിഴിനീർക്കണങ്ങളും ഉയരുന്ന കാസയിൽ ഏകിടാം ഞാൻ. ഈ യാഗവേദിയിൽ നിറയുന്ന സ്നേഹം നീ കനിവാർന്നു നൽകണമേ. ഈ യാഗവേദിയിൽ നിറയുന്ന സ്നേഹം നീ കനിവാർന്നു നൽകണമേ. കാഴ്ചയേകാനിതാ ഞാൻ വരുന്നു. എൻ ജീവിതം ഇന്നു യാഗമേകാൻ അൾത്താരമുന്നിലായിടുന്നു. എൻ ജീവനേ എൻ ജീവനാഥ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അടുത്ത തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ കാണിക്കകൾ ദയാപൂർവം വിശുദ്ധീകരിക്കുകയും ആത്മീയ ബലിയിലൂടെ അർപ്പണം സ്വീകരിച്ച് ഞങ്ങളെ തന്നെ അങ്ങേക്ക് നിത്യമായ കാണിക്കയാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ മഹാമഹിമയോടെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്നാണ് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്.
അവിടുന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉത്ഥാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും
സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേ കർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹാരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീത അപ്പസ്തലരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു,
എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, താഴ്മയോടെ അപേക്ഷിച്ചുകൊണ്ട് ദിവ്യരഹസ്യത്തിൻ്റെ ദാനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ചുവല്ലോ. അങ്ങനെ അങ്ങേ പുത്രൻ തൻ്റെ അനുസ്മരണത്തിനായി ഞങ്ങളോട് കൽപ്പിച്ചതനുസരിച്ചുള്ള ഈ ദാനങ്ങൾ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ വർധനയിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ്സു നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലന്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടു കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ
നമ്മേവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ.